വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ CBI പ്രതി ചേർത്തതോടെ കേരളത്തിലെ പ്രതിപക്ഷമാണ് പ്രതിക്കൂട്ടിലാകുന്നത്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കാനുള്ള ആയുധമായി പ്രതിപക്ഷം ഉപയോഗിച്ച സ്ത്രീ തന്നെ മുഖ്യപ്രതികളിൽ ഒരാളായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പ്രധാന പ്രചാരകയാണ് മക്കളെ കാമുകന് കാഴ്ചവെച്ച കേസിൽ പ്രതിയായിരിക്കുന്നത്. 2017 ജനുവരി 13 എൻ്റെ മൂത്ത മോള് കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പോലീസുകാരെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും രാത്രി 1 മണിയാകുമ്പം അവരുടെ ലോക്കൽ നേതാക്കന്മാർ ജാമ്യത്തിലിറക്കി കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതിനെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന MP രാജേഷാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സ്വന്തം മക്കൾക്ക് നീതിക്ക് വേണ്ടി വരാൻ തലമുണ്ടനം ചെയ്ത് തരുള്ളൂ. CBI പ്രതിയെന്ന് കണ്ടെത്തിയ വാളയാർ പെൺകുട്ടികളുടെ അമ്മ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ UDF സ്ഥാനാർത്ഥിക്കായി നടത്തിയ പ്രചരണമാണിത്. തൻ്റെ മക്കൾക്ക് നീതി കിട്ടാൻ തൃത്താലയിൽ LDF സ്ഥാനാർത്ഥി MP രാജേഷിനെ പരാജയപ്പെടുത്തണം, ഇതാണ് ആവശ്യം. സംസ്ഥാനത്തുടനീളം UDF പ്രചരണ വേദികളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇവർ. മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്തിവരെ നേരിട്ട് മത്സരത്തിനുമിറക്കി പിണറായി വിരോധികൾ. ഇടതുവിരുദ്ധ മഴവിൽ സഖ്യത്തിൻ്റെ പ്രധാന ക്യാമ്പയിനറായിരുന്ന ഈ സ്ത്രീ ഇപ്പോൾ സ്വന്തം മക്കൾ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിലെ പ്രതിയാണ്. സംസ്ഥാന പോലീസല്ല CBI നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പ്രതിയായത്. കോടതിയിൽ CBI കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞു. കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് UDFന്റെ താര ക്യാമ്പയിനറുടെ തനിനിറം വെളിവായത്. 11ഉം 9ഉം വയസ്സായ പെൺമക്കളുടെ മുന്നിൽ വെച്ച് കാമുകനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, മക്കളെ ലൈംഗിക ചൂഷണം നടത്താൻ കാമുകന് ഒത്താശ ചെയ്തു കൊടുത്തു തുടങ്ങി ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലുമാവാത്ത ക്രൂരതയുടെ പര്യായമാണ് ഈ സ്ത്രീ ഇപ്പോൾ. ഇവരാണ് മക്കൾക്ക് നീതി ആവശ്യപ്പെട്ട് പിണറായി വിജയനും LDFനുമെതിരെ ഉറഞ്ഞുതുള്ളിയത്. ഈ സ്ത്രീയാണ് തലമുണ്ഡനം ചെയ്ത് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് UDFനായി പ്രചരണത്തിനിറങ്ങിയത്. യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാവുന്നത് ഇവർ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷമാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷം ഇവരെ ഉപയോഗിക്കുകയായിരുന്നു. അതിന് ഒരു തരത്തിലുള്ള ധാർമ്മികതയും മാനദണ്ഡമായില്ല. അതുകൊണ്ട് തന്നെ അന്നു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷത്തെ തിരിഞ്ഞുകുത്തുന്നു. ഉത്തർപ്രദേശും കേരളവും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? യോഗിയും പിണറായിയും തമ്മിൽ എന്ത് വ്യത്യാസം? പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട എവർക്കുണ്ടായ ദുര്യോഗം, അവരുടെ കണ്ണുനീർ കേരളത്തിന്റെ കണ്ണുനീരാണ്. അവരുടെ വേദന കേരളത്തിന്റെ വേദനയാണ്. എന്താണ് വാളയാറിലെ മാതാവ് ആവശ്യപ്പെടുന്നത്? അത് കേവലം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മാതാവിൻ്റെ മാത്രം വിലാപമല്ല, ദുഃഖമല്ല, ആർത്തനാദമല്ല. പ്രതിപക്ഷം മാത്രമല്ല, ചില മാധ്യമങ്ങൾ, നിഷ്പക്ഷരെന്ന് നടിക്കുന്ന ചില അന്തിച്ചർച്ചക്കാർ, തങ്ങളുടെ വർഗീയ അജണ്ട മറച്ചുവെക്കാൻ സാമൂഹ്യ പ്രചരണത്തിനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ചില സംഘടനകൾ, ഇങ്ങനെ പ്രതിക്കൂട്ടിൽ ഒരുപാട് പേരുണ്ട്. മാസങ്ങളോളമാണ് ഈ സ്ത്രീയെ മുന്നിൽ നിർത്തി ഇടതുവിരുദ്ധ സഖ്യം സർക്കാരിനെതിരെ സമരം നടത്തിയത്. സർക്കാരിനെതിരാണെങ്കിൽ ഏത് കൊടിയ വിഷത്തെയും ഒപ്പം കൂട്ടാം എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലൈൻ. ഈ ലൈനാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.